അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1317, സൂറത്തു തൗബ 113, 114 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ അൻ യസ്തഗ്ഫിറൂ للمشركين ولو كانوا أولي قربى من بعد ما تبين لهم أنهم أصحاب الجحيم. وما كان استغفار إبراهيم لأبيه إلا عن موعدة وعدها إياه فلما تبين له أنه عدو لله تبرأ منه إن إبراهيم لأواه حليم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ما كان للنبي നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറ്റിയതല്ല, വല്ലദീന ആമനു സത്യവിശ്വാസികൾക്കും പറ്റിയതല്ല, അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ അവർ ബഹുദൈവാരാധകന്മാർക്ക് വേണ്ടി പൊറുക്കലിനെ തേടൽ, അതവർക്ക് പറ്റിയ പണിയല്ല. വലൗ കാനു ആ ബഹുദൈവാരാധകർ ആണെങ്കിലും ഉലി ഖുർബ ഇവരുടെ കുടുംബക്കാരാണെങ്കിലും ശരി, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ പറ്റൂല. മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം അവർ നരകാവകാശികളാണെന്ന് വ്യക്തമായതിനു ശേഷം പൊറുക്കലിനെ തേടാൻ പറ്റൂല. വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിം ലി അബീഹി എന്നാൽ ഒരു ചോദ്യം വരാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ പിതൃവ്യനായ ആസർ എന്ന ബിംബാരാധനയിൽ പേരുകേട്ട ആൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയെന്നുണ്ടല്ലോ, അതിന്റെ മറുപടി എന്താണ് എന്ന്. അതിന്റെ മറുപടിയാ പറഞ്ഞത് വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിമ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പൊറുക്കലിനെ തേടിയതായിരുന്നില്ല ലി അബീഹി തന്റെ പിതൃവ്യനു വേണ്ടി, ഇല്ലാ മൗഇദത്തിൻ വഅദഹാ ഇയ്യാഹു അദ്ദേഹത്തോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടത്തിയൊരു വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെയായിരുന്നില്ല, അഥവാ ആ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആസറിനോട് പറഞ്ഞ ഒരു വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ പൊറുക്കലിനെ തേടൽ. എന്നാൽ ഫലമ്മാ തബയ്യന ലഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വ്യക്തമായപ്പോൾ അന്നഹു അദുവ്വുൻ ലില്ലാഹ് ഈ ആസർ അല്ലാഹുവിന്റെ ശത്രു തന്നെയാണ് തീർച്ചയായും എന്ന് വ്യക്തമായപ്പോൾ തബറഅ മിൻഹു ആ പൊറുക്കലിനെ തേടുന്നതിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒഴിവായിട്ടുണ്ട്, പിന്നീട് പൊറുക്കലിനെ തേടിയിട്ടും ഇല്ല. ഇന്ന ഇബ്രാഹിം നിശ്ചയം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ലഅവ്വാഹുൻ ഹലീം നല്ല സഹനമുള്ളവരും വളരെ താഴ്മയോടുകൂടെ അള്ളാഹുലേക്ക് മടങ്ങുന്നവരുമാകുന്നു എന്ന് അള്ളാഹു തആല പറഞ്ഞു. ബഹുമാനപ്പെട്ട ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല നേരത്തെ കപടന്മാരായിട്ടുള്ള ആളുകളുടെയും അതേപോലെ തന്നെ നിഷേധികളായിട്ടുള്ള ആളുകളുടെയും ദയനീയത ചൂണ്ടിക്കാണിക്കുകയും അവരുമായുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാവേണ്ട കൃത്യമായ അകലത്തെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നുവല്ലോ. അത് സൂചിപ്പിച്ചതിന്റെ ഭാഗമായി ജീവിച്ചിരിക്കുന്നവരുമായുള്ള ബന്ധത്തിൽ ഉണ്ടാകേണ്ട ചില പെരുമാറ്റച്ചട്ടങ്ങൾ ഉണർത്തിയതിനെ തുടർന്ന് മരണശേഷവും അവരോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാകേണ്ട കൃത്യമായിട്ടുള്ള ഒരു അകലം അതിനെ പഠിപ്പിക്കുകയാണ് ഇവിടെ. വളരെ അടുത്ത കുടുംബക്കാരാണ്, മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള കുടുംബക്കാരാണെങ്കിൽ പോലും അവരുമായുള്ള ആശയപരമായ ഭിന്നിപ്പിന്റെ പേരിൽ പൊറുക്കലിനെ തേടൽ പോലുള്ള ഡീപ്പായ പ്രാർത്ഥനകളും മറ്റും അവർക്ക് വേണ്ടി നടത്തുന്നത് ശരിയല്ല. ആ അർത്ഥത്തിലുള്ള ബന്ധങ്ങൾ അവരുമായി ഉണ്ടായിക്കൂടാ. അതേസമയത്ത് മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അവർ നമ്മുടെ വിശ്വാസക്കാരല്ലെങ്കിലും മുസ്ലിങ്ങളല്ല എങ്കിൽ പോലും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാമല്ലോ, വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ ഭൗതിക ജീവിതത്തിൽ വിശ്വാസികളല്ലാത്ത മാതാപിതാക്കളുമായി വളരെ മാന്യമായ ഇടപെടലാണ് നിങ്ങൾ നടത്തേണ്ടത്. അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ അവരെ നോക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാകണം.
അതേസമയത്ത് പാപമോചനം തേടൽ തുടങ്ങിയിട്ടുള്ള ആത്മീയമായ വശങ്ങളുമായി അവരുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടാകാൻ പാടില്ല. കാരണം രണ്ടു കൂട്ടരും രണ്ട് ധ്രുവങ്ങളിലാണ് നിലകൊള്ളുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഇന്നഹു തആല ലമ്മാ ബയ്യന മിൻ അവ്വലി ഹാദിഹി സൂറ ഇലാ ഹാദൽ മൗളിഇ, ഈ സൂറത്തിന്റെ ആദ്യം മുതൽ ഇതുവരെയും അല്ലാഹു തആല വിശദീകരിച്ചു വുജൂബു ഇൽഹാറിൽ ബറാഅത്തി അനിൽ കുഫാരി വൽ മുനാഫിഖീന മിൻ ജമീഇൽ വുജൂഹി, സത്യനിഷേധികളും അതേപോലെ തന്നെ കപടന്മാരുമായ ആളുകളുമായുള്ള നമ്മുടെ ആത്മബന്ധം അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് ഉണർത്തിയപ്പോ ബയ്യന ഫീ ഹാദിഹിൽ ആയ, ഈ സൂക്തത്തിൽ അല്ലാഹു തആല വിശദീകരിക്കുന്നത് അന്നഹു തജിബുൽ ബറാഅത്തു അൻ അംവാതിഹിം, അത്തരക്കാരായ ആളുകളിൽ നിന്ന് മരണപ്പെട്ടവരോടുള്ള ആത്മബന്ധവും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്നാണ്. വൈൻ കാനൂ ഫീ ഗായത്തിൽ ഖുർബി മിനൽ ഇൻസാനി, ഈ വിശ്വാസിയായ മനുഷ്യരുമായി വളരെ അടുപ്പുള്ള ആളാണെങ്കിലും ശരി, കൽ അബി വൽ ഉമ്മി, ഉമ്മാവാപ്പാനെ പോലെ, കമാ ഉജബത്തിൽ ബറാഅ അൻ അഹ്യാഇഹിം, അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരുമായുള്ള ചില ബന്ധങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടല്ലോ, ചില ബന്ധങ്ങൾ നിലനിർത്തേണ്ടതുമുണ്ട്. അപ്പൊ ആ ഒഴിവാക്കേണ്ട ബന്ധങ്ങളുടെ അവസ്ഥ മരണശേഷവും നിലനിർത്തിപ്പോകണമെന്നാണ് അല്ലാഹു തആല അറിയിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി. ഇനി ഈ സൂക്തങ്ങളിൽ അല്ലാഹു തആല പറഞ്ഞതെന്താ? മാക്കാനലിൻ നബിയി, നബിക്ക് പറ്റിയതല്ല, അയ്യസ്തഗ്ഫിറുല്ലദീന ആമനു, സത്യവിശ്വാസികൾക്കും പറ്റിയതല്ല, അയ്യസ്തഗ്ഫിറുലിൽ മുശ്രിക്കീൻ, ബഹുദൈവ ആരാധകന്മാർക്ക് വേണ്ടി പൊറുക്കലിനെ തേടൽ, അവരുടെ ദോഷം പുറത്തു കൊടുക്കണമെന്ന് ദ്വാരക്കാൻ പാടില്ല എന്നപ്പോ പറഞ്ഞു. കാരണം എന്താ? ശിർക്ക് ചെയ്തുകൊണ്ട് ആ ശിർക്കിലായിട്ട് ഒരാൾ മരണപ്പെട്ടാൽ അല്ലാഹു തആല അവന്റെ നിലപാടായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കപ്പെടലിന് അവൻ പുറത്തു കൊടുക്കുന്നതല്ല. പുറത്തു കൊടുക്കുന്നതല്ല അതിന്റെ അർത്ഥം ശിർക്ക് ചെയ്ത് ആ ശിർക്കിൽ നിന്നും അടങ്ങാതെ പശ്ചാത്തപിക്കാതെ മരിച്ചുപോയാൽ അവൻ ഒരിക്കലും പൊറുക്കപ്പെടാത്ത ആളായി മാറുന്നതാണ്. അല്ലാതെ ഭൂമിയിൽ വെച്ച് ശിർക്ക് ചെയ്തു, പിന്നീട് ആ ശിർക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു, അതിൽ നിന്ന് പിന്തിരിഞ്ഞു മടങ്ങി തൗഹീദിലേക്ക് വന്നാലോ അവരെ സ്വീകരിക്കില്ല എന്നോ അവർക്ക് പുറത്തു കൊടുക്കൂല എന്നോ അല്ല പറയണത്. അവർ ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടെ അവരുടെ ദോഷങ്ങളെല്ലാം പുറത്തു കിട്ടിയെന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. ഇന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബലഹു, ഇസ്ലാം അതിനു മുമ്പുള്ളതിനെല്ലാം എന്തായി കളയും? ദുർബലപ്പെടുത്തി കളയും, പൊളിച്ചു കളയും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വരുന്നതോടുകൂടെ നേരത്തെ അവർ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ അരുതായ്മകളും ഓട്ടോമാറ്റിക്കലി അവരുടെ അക്കൌണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നതാണ് എന്നാണല്ലോ ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ നിലപാട്. അപ്പൊ പിന്നെ ശിർക്ക് ചെയ്തവർക്ക് പൊറുക്കൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ജീവിതത്തിൽ ശിർക്ക് വന്നാൽ പിന്നെ ഒരു കാലത്തും പൊറുക്കൂല എന്നല്ല, മറിച്ച് അവർ മുശ്രിക്കീങ്ങളായി തന്നെ മരിച്ചുപോയാൽ പൊറുക്കൂല എന്നാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഇപ്പൊ സഹാബത്തിന്റെ കൂട്ടത്തിൽ എത്രയോ ആളുകൾ നേരത്തെ ശിർക്കിൽ മൂടുറച്ചു പോയവരായിരുന്നില്ലേ? അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് വിശ്വസിച്ചപ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂടെ കൂടിയപ്പോൾ അല്ലാഹു തആല ഏറ്റവും ഉന്നതന്മാരായിട്ടുള്ള മഹാന്മാരാക്കിയില്ല അവരെ? റളിയല്ലാഹു അൻഹും വറളു അൻഹു, അവരല്ലാഹുവിനെയും അല്ലാഹു അവരെയും പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൂട്ടത്തിൽ നേരത്തെ ശിർക്കിന്റെ കൂത്തരങ്ങായ ലോകത്ത് മൂടുറച്ചു പോയ എത്ര ആളുകളുണ്ടായിരുന്നു? അപ്പൊ പൊറുക്കൂല എന്ന് പറഞ്ഞത് ആ ശിർക്കിലായി മരിച്ചുപോയാലാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് പൊറുക്കലിനെ തേടാൻ പാടില്ല. കാരണം അത്തരക്കാർക്ക് പൊറുക്കൂല എന്ന് അല്ലാഹു തആല അവന്റെ തീരുമാനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അല്ലാഹു തആല ചെയ്യൂല എന്ന് തീരുമാനിച്ച ഒരു സംഗതിക്കെതിരെ പിന്നെ അങ്ങനെ തീരുമാനിച്ചിട്ടെങ്കിലും പഠിച്ചോനെ നിന്റെ വേണ്ടപ്പെട്ട ആളാണ്, അയാൾക്ക് പുറത്തു കൊടുക്കാനെന്ന് പറഞ്ഞാൽ ധിക്കാരല്ലേ? അതുകൊണ്ടാണ് ബഹുദൈവ ആരാധകന്മാർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ പാടില്ല, നിബിധങ്ങളും ചെയ്യാൻ പാടില്ല, സത്യവിശ്വാസികളും ചെയ്യാൻ പാടില്ല. അത് കുടുംബക്കാരാണെങ്കിലും ശരി, ആരാണ് ഈ മരിച്ചുപോയവർ, എത്ര അടുപ്പുണ്ടോ എന്നുള്ളത് നോക്കൂല, മറിച്ച് അവിടെ ആശയപരമായിട്ട് നമ്മൾ കാണിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ, ആ ഉത്തരവാദിത്തങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്റെ വേണ്ടപ്പെട്ട ആളാവുമ്പോ എനിക്കെന്തും ചെയ്യാം, അല്ലെങ്കിലാണ് നിയമങ്ങളൊക്കെ നോക്കേണ്ടത് എന്ന നിലപാട് അത് ഇസ്ലാമികമല്ല. ഇസ്ലാമിൽ അവന് കൃത്യമായിട്ടുള്ള ആശയപരമായ ഒരു നിലപാട് വേണം. ആ നിലപാടിനോടനുബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ കൃത്യമായ ചില പെരുമാറ്റച്ചട്ടങ്ങൾ അവർ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ആ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമാണ് കുടുംബക്കാരാണെങ്കിൽ പോലും വേണ്ടപ്പെട്ടവരാണെങ്കിൽ പോലും ബഹുദൈവ വിശ്വാസികളായി മരിച്ചുപോയാൽ അവരുടെ പാപമോചനത്തിന് വേണ്ടി ദ്വാരക്കാൻ പാടില്ല എന്നത്. ഇതാണ് ഇപ്പൊ ഈ ആയത്തിന്റെ ആ ചുരുക്കം. ഇത് ഈ സൂക്തം ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം സംബന്ധമായി ഖുർആൻ വ്യാഖ്യാതാക്കൾ ചില നിരീക്ഷണങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്.
അടിസ്ഥാനപരമായി നിയമപ്പോ നമുക്ക് മനസ്സിലായി, ശിർക്ക് ചെയ്തുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ പാടില്ല. കാരണം ശിർക്ക് ചെയ്ത് മരിച്ച ആൾക്കുള്ള പൊറുക്കൂല എന്ന് അല്ലാഹു തആല അവന്റെ പോളിസിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ആ പോളിസി പൊളിച്ചെഴുതണം എന്ന് പറയുന്നതിന് തുല്യമാണ് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടൽ. അതുകൊണ്ട് ആ വൃഥാ വ്യായാമത്തിന് നിൽക്കരുത് എന്നാണ് ഇപ്പോഴത്തെ നിയമം. ഇനി ഇത് അവതരിക്കാനുണ്ടായ പശ്ചാത്തലം സംബന്ധമായി ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ചിലർ രേഖപ്പെടുത്തുന്നത്, അബൂ താലിബിന്റെ മരണസമയം നബി സല്ലല്ലാഹു തങ്ങളുടെ പിതൃവ്യനായിരുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന രംഗത്ത് കട്ട സപ്പോർട്ടറായി നിലകൊണ്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സത്യവിശ്വാസികളെയും അങ്ങേയറ്റം ആക്രമണോത്സുകതയോടുകൂടെ ശത്രുക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണ കവചം തീർത്ത, നബി തങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച തങ്ങൾ ശുഐബ് അബൂ താലിബ് മലഞ്ചെരുവിൽ പച്ചിലയും പച്ചവെള്ളവും കഴിച്ച് കഴിയേണ്ട അവസ്ഥയുണ്ടാകുമ്പോൾ ആ മക്കക്കാർ നബിതങ്ങൾക്കും സഹകാരികൾക്കും ഭക്ഷണത്തിനും വെള്ളത്തിനും ഉപരോധം ഏർപ്പെടുത്തിയപ്പോ ആ ഉപരോധത്തിൽ പങ്കെടുത്ത് മുത്തുനബിയോടൊപ്പം ഈ ത്യാഗങ്ങളെല്ലാം സഹിച്ച, എന്നാൽ പരസ്യമായി വിശ്വാസ പ്രഖ്യാപനം നടത്തിയിട്ടില്ലാത്ത ആളാണ് അബൂ താലിബ്. അദ്ദേഹം ഖുറൈശികളുടെ ലീഡറാണ്, മക്കക്കാർക്കെല്ലാം സമാദരണീയനും അവരുടെ ഇടയിലെല്ലാം സമുന്നതനായി അറിയപ്പെടുന്ന വ്യക്തിത്വവുമാണ്. അതുകൊണ്ട് തന്നെ പരസ്യമായി വിശ്വാസം പ്രഖ്യാപിച്ചിരുന്നില്ല അദ്ദേഹം. അങ്ങനെ മരണസമയമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുന്നുണ്ട്. എന്താണ്? സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, ലമ്മാ ഹലറത്ത് അബൂ താലിബിൻ അൽ വഫാ, അബൂ താലിബിന്റെ മരണം ആസന്നമായപ്പോൾ ജാഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. ഫവജദ ഇൻദഹു അബാ ജഹലിൻ വഅബ്ദുല്ലാഹി ബിൻ അബി ഉമയ്യത്ത് ബിനുൽ മുഗീറ. അബൂ ജഹലും അബ്ദുല്ലാഹി ബിൻ അബി ഉമയ്യത്ത് ബിനുൽ മുഗീറ എന്ന് പറയുന്ന ഖുറൈശി പ്രമുഖനും അവരവിടെ അബൂ താലിബിന്റെ അടുത്തുണ്ട്. അപ്പൊ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അമ്മി മൂത്താപ്പ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. കലിമത്തൻ അശ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ്, അത് നിങ്ങൾ പറഞ്ഞാൽ അതുകൊണ്ട് അള്ളാഹുവിങ്കൽ നിങ്ങൾക്ക് അനുകൂലമായി ഞാൻ സാക്ഷ്യം വഹിക്കും. ചില റിപ്പോർട്ടുകളിൽ കലിമത്തൻ ഉഹാജ്ജു ബിക ഇൻദല്ലാഹ്, ഉഹാജ്ജു ബിഹ, അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ആവശ്യം ചോദിച്ചു വാങ്ങും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ അതൊന്ന് പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും അബൂജഹലിനും കമ്പനിക്കും ബേജാറ് തുടങ്ങി. കാരണം മുത്തുനബി സല്ലല്ലാഹു തങ്ങളുമായി അത്രയും മാനസികമായ അറ്റാച്ച്മെന്റ് ഉള്ള ആളല്ലേ അബൂ താലിബ്. അതുകൊണ്ട് ഈ അവസാന സമയത്തെങ്ങാനും വിശ്വാസിയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കളയുമോ എന്ന് ഭയം വന്നു. ഉടൻ അബൂജഹൽ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അബീ ഉമയ്യ പറഞ്ഞു, യാ അബൂ താലിബ്, ഓ അബൂ താലിബേ, അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മതം വിട്ട് മറ്റൊന്ന് ആഗ്രഹിക്കുകയാണോ നിങ്ങൾ? നിങ്ങളെപ്പോലത്തെ ഒരു ലീഡർ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഈ നേരത്ത് കാലുമാറരുത് എന്ന അർത്ഥത്തിൽ പറഞ്ഞു. അങ്ങനെ ഫലം മെസൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅരിദുഹാ അലൈഹി വയുഈദു ലഹു തിൽക്കൽ മഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ഇതേ ആശയങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അവസാനം ഇവർ ശത്രുക്കളാണെങ്കിലും അവര് ഇതും പറയും. അങ്ങനെ രണ്ടിന്റെയും ഇടയിൽ വല്ലാതെ വിഷമിച്ചു. അത്താക്കാല അബൂ താലിബിൻ, അബൂ താലിബ് പറഞ്ഞു, ആഖിറമാക്കല്ലമഹും, അവരുടെ സംസാരത്തിന്റെ അവസാനം ഹുവഅലാ മില്ലത്തി അബ്ദുൽ മുത്തലിബി, അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞു. വാബാ യഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, പരസ്യമായി ഷഹാദത്ത് കലിമ ചൊല്ലാൻ അദ്ദേഹം വിസമ്മതിക്കുകയും ചെയ്തു. അപ്പൊ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി പറഞ്ഞു, അമാ വല്ലാഹി ലാ അസ്തഗ്ഫിറുന്ന ലക മാ ലം ഉൻഹ അൻക, നിങ്ങളെ തൊട്ട് പാപമോചനം തേടലിനെ അള്ളാഹു വിലക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. അത്രയും ആത്മബന്ധം നിങ്ങളും ഞാനുമായുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തം അവതരിപ്പിച്ചത്, മുശ്രിക്കീങ്ങളായിട്ട് മരിച്ചവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ പാടില്ല എന്ന് അവതരിപ്പിച്ചത് എന്നൊരു വ്യാഖ്യാനം ഇവിടെ പണ്ഡിതന്മാർ പലരും പറയുന്നുണ്ട്. അതിന് ചരിത്രപരമായി അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണോ അല്ലേ എന്ന് ചർച്ചയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ അബൂ താലിബ് പരസ്യമായി എന്ത് പ്രഖ്യാപിച്ചിട്ടില്ല, വിശ്വാസം പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് ഇവിടുത്തെ വിഷയം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവിന്റെ ഖബറിന്റെ അടുത്ത് റസൂലുള്ളാഹി സിയാറത്തിന് വേണ്ടി പോയപ്പോഴുണ്ടായ സംഭവം ഇവിടെ ചിലർ ഉദ്ധരിക്കുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് നബി തങ്ങളുടെ മാതാപിതാക്കളെ നരകത്തിലേക്ക് പറഞ്ഞേക്കാനും
അതേപോലെ തന്നെ അവിശ്വാസികളായി മുദ്ര കുത്താനുമൊക്കെയുള്ള ശ്രമങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്ന് പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അത് രണ്ടും ശരിയല്ല എന്ന് കൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ അവരൊരിക്കലും മോശക്കാരല്ല, അവർ നിഷേധികളും അല്ല. എന്തുകൊണ്ട്? നിഷേധിക്കണമെങ്കിൽ എന്ത് വേണം? അവരോട് ആരെങ്കിലും ഒന്ന് ഉപദേശിക്കണ്ടേ? ഇങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. ഉപദേശകന്മാരെ നിലനിൽക്കുന്ന കാലത്താണോ അവർ ജീവിച്ചത്? അല്ലല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അബ്ദുള്ള എന്നവർ വഫാത്തായിട്ടില്ലേ? റസൂലുള്ളാഹി ജനിച്ച് 6ാമത്തെ വയസ്സാവുമ്പോ തന്നെ ഉമ്മയും വഫാത്തായിട്ടില്ലേ? അപ്പൊ പിന്നെ പ്രവാചകന്മാരുടെ പ്രബോധനം കേട്ടിട്ട് അതിനെ നിഷേധിക്കുന്നവർക്കാണല്ലോ കാഫിർ എന്ന് പറയുക, അവരല്ലേ നിഷേധികളാവുക. അത്തരം ഒരു സംഗതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നബി തങ്ങളുടെ മാതാപിതാക്കൾ അവിശ്വാസികളാണെന്നും നരകത്തിലാണെന്നും പറയാൻ ഇതൊരിക്കലും തന്നെ തെളിവാക്കാവതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വമാ കാനല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഉണർത്തിയിട്ടുണ്ട്. എന്ത്? ഹത്താ നബഅസ റസൂല, ഒരു ദൂതനെ നിയോഗിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യൂല? ആരെയും ശിക്ഷിക്കുകയില്ല. അപ്പൊ ദൂതന്മാരെ നിയോഗിച്ച് സമുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം കൊടുത്തിട്ട് അതിനെ നിഷേധിക്കുമ്പോഴാണ് ഒരാൾ നിഷേധിയാകുന്നത്, ധിക്കാരിയാവുന്നത്. ഇനി ആമിന ബീവിയും അബ്ദുള്ള എന്നവരും അവർ കണ്ണിൽ കണ്ട കല്ലുകളൊക്കെ പൂജിക്കുന്ന സ്വഭാവം സ്വീകരിച്ചിരുന്നവരായിരുന്നോ? ഒരിക്കലുമല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിൽ നിന്ന് പാരമ്പര്യമായി പകർന്നു കിട്ടിയിട്ടുള്ള ചില നന്മകളും ചില ഗുണങ്ങളും ചില മൂല്യങ്ങളും അത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോയിരുന്നവരാണ് അവർ എന്ന് കാണാമല്ലോ നമുക്ക്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലുള്ള തിന്മകളും നടമാടുന്ന ഒരു ലോകത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മാതാപിതാക്കൾ അത്തരം തിന്മകളിലേക്ക് പോയില്ലെന്ന് മാത്രമല്ല, മരണസമയത്ത് പോലും ആമിന ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന 6 വയസ്സുകാരനെ തന്റെ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് ബിംബാരാധനയെ തൊട്ട് വിലക്കുകയാണ് ചെയ്തത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ അതവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ആമിന ബീവിന് എന്തിനാണ്, അബ്ദുള്ള എന്നവരെന്തിനാണ് വെറുതെ നരകത്തിലേക്ക് അയച്ച് നമ്മൾ നാശകാരികളാവുന്നത് എന്ന് ചിന്തിക്കണം. ഇനിയിപ്പോ അബൂ താലിബിന്റെ വിഷയത്തിൽ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണമുണ്ട്. അദ്ദേഹം ആ ചർച്ചക്കിടയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, മുത്തനബിന്റെ ദീനാണ് ഏറ്റവും നല്ല ദീന് എന്ന് എനിക്ക് ഉറപ്പാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ മനസ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ പരസ്യമായി പ്രഖ്യാപിച്ചില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് അബൂ താലിബ് രക്ഷപ്പെട്ട ആളാണ്, പരലോകത്ത് അദ്ദേഹത്തിന് രക്ഷയുണ്ട്, അദ്ദേഹം യഥാർത്ഥത്തിൽ വിശ്വാസിയാണെന്ന് വരെ പറഞ്ഞവരുണ്ട്. ഇനി അതെന്തോ ആവട്ടെ, അതിന്റെ ചർച്ചയിലേക്ക് നമ്മൾ കൂടുതൽ പോകാൻ നമുക്ക് തെളിവില്ല. അതേസമയത്ത് മുത്തുനബിന്റെ മാതാപിതാക്കളെ അവരെയൊക്കെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ചർച്ചയിൽ ഇടപെട്ട് നമ്മുടെ അഡ്രസ് തെറിപ്പിക്കരുത് എന്നാണ് അത് സംബന്ധമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മഹാനിമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹത്തുക്കൾ അതുമായി ബന്ധപ്പെട്ട് ധാരാളമായി ഗ്രന്ഥങ്ങൾ രചിക്കുകയും അതേപോലെ തന്നെ അവരുടെ മാതാപിതാക്കളെക്കുറിച്ച്, റസൂലുള്ളാഹിന്റെ മാതാപിതാക്കളെക്കുറിച്ച് അപമാനകരമായ വിധത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് ജാഗ്രത പാലിക്കാൻ വിശ്വാസികളെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. എന്തായാലും അത്തരമൊരു ചർച്ച കൊണ്ടുവന്നുകൊണ്ട് മുത്തുനബിന്റെ മാതാപിതാക്കളെയും അത് മുഖേന റസൂലുള്ളാഹിന്റെ പാരമ്പര്യത്തെയുമൊക്കെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് മതവിരോധികളുടെ സ്വഭാവമായിട്ടല്ലാതെ നമുക്ക് കണ്ടുകൂടാ എന്നതാണ് ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നുകൂടി സൂചിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ പിതാവിനു വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ, പ്രാർത്ഥിച്ചിരുന്നല്ലോ എന്ന് ചോദ്യം വരാം. അതിന്റെ മറുപടിയാണ് ഒമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിം അലി അബീഹി, തന്റെ പിതാവിനു വേണ്ടി അഥവാ പിന്നെ പിതൃവ്യനു വേണ്ടി ആസറിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പൊറുക്കലിനെ തേടിയതായിരുന്നില്ല. ഇല്ലാ മൗഇദത്തിൻ വഅദഹാ ഇയ്യാഹു, താൻ പിതാവിന് കൊടുത്തൊരു വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ആയിരുന്നില്ല, അഥവാ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു. എന്നാൽ അദ്ദേഹം വിശ്വാസിയാവും, വിശ്വാസത്തിലേക്ക് വരുമെന്ന പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ടാണ് ആ പ്രാർത്ഥന നടത്തിയിരുന്നത്. എന്നാൽ ഫലമ്മാ തബയ്യന അന്നഹു അദുവ്വുലില്ലാഹ്, അവൻ അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് വ്യക്തമായപ്പോൾ, അഥവാ അയാൾ കാഫിറായി തന്നെ അവിശ്വാസിയായി തന്നെ മരണപ്പെട്ടു പോയപ്പോൾ ഇനി അയാൾക്ക് വിശ്വസിക്കാൻ വകുപ്പില്ലല്ലോ. അങ്ങനെ വന്നപ്പോ തബറഅ മിൻഹു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ പ്രാർത്ഥന ഒഴിവായിട്ടുണ്ട്. അതായത് ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിന്റെ അവസാനം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ പ്രാർത്ഥന നിർത്തിയെന്നതാണ്. അതുകൊണ്ട് ഇനിയും അത് പറഞ്ഞ് നമുക്ക് എന്തിനു സാധിക്കില്ല, മുശ്രിക്കുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കില്ല.
എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഇന്ന ഇബ്രാഹിം അല അവ്വാഹുൻ ഹലീം, നിശ്ചയം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുലേക്ക് വളരെ ഖേദിച്ച് താഴ്മയോടുകൂടെ പ്രാർത്ഥന നടത്തുന്നയാളും വിഷമങ്ങളൊക്കെ വരുന്നത് സഹനത്തോടുകൂടെ നേരിടുന്ന വ്യക്തിയുമാണ്. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മാതൃകയും മുശ്രിക്കുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത മാതൃക തന്നെയാണ്. നേരത്തെ പ്രാർത്ഥിച്ചതിന്റെ കാരണം ഇതായിരുന്നു എന്നുകൂടി വിശദീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നല്ലത് ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.